നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലീഗിനെ പിണറായിയുടെ തൊഴുത്തിൽ കെട്ടുന്നത് തടഞ്ഞ മുനീറിന് എട്ടിന്റെ മുട്ടൻ പണി. മുസ്ലിം ലീഗ് നേതാവ് എം.കെ. മുനീറിന്റെ കോഴിക്കോട് നടക്കാവിലെ വീട് ജപ്തി ഭീഷണിയിലായിട്ടും കോടികൾ ആസ്തിയുള്ള ലീഗ് നേതൃത്വവും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും എം.കെ. മുനീറിനെയും കൈവിട്ടു. ലീഗിനെ പിണറായിയുടെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിച്ച ലീഗ് നേതാക്കൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചയാളാണ് മുനീർ. രോഗാതുരനായ മുനീറിന് ഇക്കുറി സീറ്റ് നൽകാതെ വെട്ടിയതും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ലീഗിലെ ഒരു വിഭാഗം നേതാക്കന്മാരുമാണ്. എം.എൽ.എ. ആയിരുന്നുവെങ്കിൽ മുനീറിന് മെച്ചപ്പെട്ട ചികിത്സയെങ്കിലും ലഭ്യമാകുമായിരുന്നു. കിഴക്കേ നടക്കാവിലെ ഈ ക്രസന്റ് ഹൗസ് എന്ന വീടിനാണ് മുനീറിന് 58 ലക്ഷം രൂപയുടെ ബാധ്യതയുള്ളത്. ഇത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം 48 ലക്ഷം രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതും അദ്ദേഹത്തിന് അടച്ചു തീർക്കാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് ഈ മാസം മാർച്ച് 31 മുൻപ് ബാധ്യത തീർത്തില്ല എങ്കിൽ ജപ്തി അടക്കമുള്ള നടപടിയിലേക്ക് പോവേണ്ടി വരുമെന്ന് ബാങ്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 10 വർഷം മുമ്പ് ഈ വീടിന്റെ നവീകരണാർത്ഥം 70 ലക്ഷം രൂപ മുനീർ വായ്പ എടുത്തിരുന്നു. വായ്പയുടെ ഘട്ടങ്ങളായിട്ടുള്ള തിരിച്ചടവ് മുടങ്ങിയതോടുകൂടിയാണ് ബാധ്യതയായത്. മുൻ മുഖ്യമന്ത്രിയും എം.കെ. മുനീറിന്റെ പിതാവുമായ C.H. മുഹമ്മദ് കോയ പണിത വീടാണ് ഇത്. പിന്നീട് മുനീർ പുതുക്കി പണിയുകയും ചെയ്തു. കോഴിക്കോട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്നതിനപ്പുറം മുസ്ലിം ലീഗിന്റെ ഒരു ആസ്ഥാന മന്ദിരം പോലെ പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് ഇത്. നിരവധി തവണ എം.എൽ.എയും മന്ത്രിയും ഒക്കെയായ മുനീറിന്റെ വീടിനും ജപ്തി ഭീഷണി ഉണ്ടായിരിക്കുന്നു എന്നത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് ജാഫർ ഖാൻ കോളനിയിലെ മുനീറിന്റെ മറ്റൊരു വീടും ജപ്തി ഭീഷണി നേരിട്ടിരുന്നു. തുടർന്ന് വിൽപ്പന നടത്തിയാണ് ഇതിന്റെ ബാധ്യത തീർത്തത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മുനീറിന്റെ മറ്റൊരു വീടും സമാന അവസ്ഥയിലേക്ക് എത്തുകയാണ്. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ എം.കെ. മുനീറിന്റെ വീട് നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറിയും കോഴിക്കോട് സൗത്ത് മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പറഞ്ഞു. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്താത്ത സാഹചര്യത്തിലാണ് ലീഗ് നേതാവ് ഇടപെട്ടത്. മുനീർ സാഹിബിന്റെ സങ്കടം നമ്മുടേത് കൂടെയാണ്. ആ സങ്കടം അവശേഷിക്കാൻ നമ്മൾ അനുവദിക്കില്ല. ക്രസ്റ്റ് ഹൗസ് എന്നത് ഡോക്ടർ എം.കെ. മുനീർ സാഹിബിന്റെ മാത്രം വീടല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും വീടാണ്. പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബും ലക്ഷോപലക്ഷം അണികളും നേതൃത്വം നൽകുന്ന ഈ പാർട്ടി മുനീർ സാഹിബിനെയും കുടുംബത്തെയും അവസാന ശ്വാസം വരെ അന്തസ്സോടെ സംരക്ഷിക്കും. വീട് നഷ്ടപ്പെടുക എന്നല്ല, വീട് നഷ്ടപ്പെടും എന്ന ചർച്ചയ്ക്ക് പോലും ഇനി പ്രസക്തിയില്ല. പിതാവിന്റെ പാതയിൽ കറകളഞ്ഞ പൊതുപ്രവർത്തകനാണ് പ്രിയപ്പെട്ട മുനീർക്ക. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ് ഇത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം 4.34 കോടി രൂപയുടെ ആസ്തിയാണ് എം.കെ. മുനീറിനുള്ളത്. അന്ന് 92 ലക്ഷം രൂപയുടെ ബാധ്യതകൾ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൈക്കൂലി ആരോപണം, കലാപശ്രമം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് 11 കേസുകൾ തനിക്കെതിരെയുള്ളതായും അന്ന് സത്യവാങ്മൂലത്തിൽ മുനീർ സൂചിപ്പിച്ചിരുന്നു. നിലവിലെ ജപ്തി ഭീഷണി രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും മുനീറും തമ്മിൽ തെറ്റാൻ നിരവധി കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ റജീനെ രംഗത്തിറക്കിയത് മുനീർ ചെയർമാനും M.V. നികേഷ് കുമാർ ചീഫ് എഡിറ്ററുമായിരുന്ന ഇന്ത്യ വിഷനാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ നിയമസഭാ തോൽവിക്ക് വരെ കാരണമായ വിവാദമായിരുന്നു ഇത്. റജീനയ്ക്ക് പിന്നിൽ മുനീർ ആണ് എന്ന് ഇന്നും കുഞ്ഞാലിക്കുട്ടി വിശ്വസിക്കുന്നു. അന്ന് കുഞ്ഞാലിക്കുട്ടിയും മുനീറും ഒരേ ക്യാബിനറ്റിൽ മന്ത്രിമാരായിരുന്നു. ഒടുവിൽ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗത്വത്തെ ചൊല്ലി മുസ്ലിം ലീഗിന്റെ ഭിന്നത രൂക്ഷമായതിന് പിന്നാലെ മുനീറാണെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. CPM-ന്റെ കെണിയിൽ അന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി വീഴുകയായിരുന്നു. അന്ന് E.D. മുഹമ്മദ് ബഷീറിന് പിന്നാലെ എം.കെ. മുനീറും അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തിയിരുന്നു. പിണറായിയുടെ ആലയിൽ കെട്ടാനുള്ള പശുവല്ല ലീഗ് എന്ന എം.കെ. മുനീർ തുറന്നടിച്ചു. ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ മറ്റൊരു മുന്നണിയെ പ്രണയിക്കുന്ന പാരമ്പര്യം ലീഗിനില്ല. മുസ്ലിം ലീഗ് UDF-ന്റെ അവിഭാജ്യ ഘടകമാണെന്നും എം.കെ. മുനീർ പറഞ്ഞു. കേരള ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അംഗത്വം പാർട്ടിയിൽ ചർച്ച ചെയ്തില്ല എന്ന് E.D. മുഹമ്മദ് ബഷീർ പറഞ്ഞതിന് പിന്നാലെയാണ് CPM സഹകരണത്തെ മുനീറും പരോക്ഷമായി വിമർശിക്കുന്നത്. ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ മറ്റൊരു മുന്നണിയെ പ്രണയിക്കുന്ന പാരമ്പര്യം ലീഗിനില്ല എന്ന മുനീറിന്റെ നിലപാട് പാർട്ടിയിലെ എതിർചേരികളുള്ള മറുപടിയാണ്. അതേസമയം അബ്ദുൽ ഹമീദ് ഡയറക്ടർ ബോർഡ് അംഗത്വം സാദിഖലി തങ്ങളുടെ അനുമതിയോടെയാണ് ഏറ്റെടുത്തത് എന്നാണ് പാർട്ടിയിലെ വിമർശകർക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി. ലീഗിലും മുന്നണിയിലും ഭിന്നത കലക്കുമ്പോൾ CPM നേതാക്കൾ ലീഗിനെ പ്രശംസിച്ചും കോൺഗ്രസിനെ വിമർശിച്ചും ഭിന്നത മുതലാക്കാനുള്ള നീക്കത്തിലായി. ഫലസ്തീൻ ഐക്യദാർഢ്യം റാലിയിലേക്ക് ഉൾപ്പെടെ CPM ലീഗിനെ ക്ഷണിച്ചത് UDF-ൽ വലിയ രീതിയിലുള്ള എതിർപ്പുകൾക്കിടെയായിരുന്നു. ഏറ്റവും ഒടുവിലായി കേരള ബാങ്ക് ഡയറക്ടർ ബോർഡിലേക്ക് മലപ്പുറത്തെ ലീഗ് MLA നാമനിർദ്ദേശം ചെയ്ത നടപടി വിവാദമായി. മുസ്ലിം ലീഗ് LDF-ലേക്ക് പോകുമെന്ന ചർച്ചകളും ഇതിനിടയിൽ സജീവമായിരുന്നു.
പല കാര്യങ്ങളിലായി ലീഗിന് അനുകൂലമായുള്ള സർക്കാരിന്റെയും CPM-ന്റെയും തീരുമാനങ്ങൾ UDF-ൽ പ്രശ്നങ്ങൾക്കിടയുണ്ടാക്കുന്നതിനിടെയാണ് ഇക്കാര്യത്തിൽ രൂക്ഷ വിമർശനവുമായി MK മുനീർ രംഗത്തെത്തിയത്. കുഞ്ഞാലിക്കുട്ടിക്ക് പിണറായിയുമായി അടുത്ത ബന്ധമുള്ളപ്പോൾ മുതൽ തികഞ്ഞ UDF-കാരനാണ്. സഹകരണത്തിൽ രാഷ്ട്രീയമില്ല എന്ന് നേതൃത്വം എത്ര ന്യായീകരിച്ചിട്ട് മുസ്ലിം ലീഗിനകത്ത് ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം രൂക്ഷവുമാണ്. P. അബ്ദുൾ റഹീമിനെ യൂദാസ് എന്ന് വിശേഷിപ്പിച്ചത് മലപ്പുറത്തെ ലീഗ് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചതിന് പിന്നാലെയാണ്. അതൃപ്തി പരസ്യമാക്കി മുതിർന്ന നേതാവ് ED മുഹമ്മദ് ബഷീർ തന്നെ രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷത്തിൽ നിന്ന് സർക്കാരിനും ഭരണമുന്നണിക്കും എതിരായ നിയമരാഷ്ട്രീയ പോരാട്ടം വരുമ്പോഴാണ് പങ്കാളിത്തമാണ് UDF-ലെ വിമർശകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡിലേക്ക് ലീഗ് MLA എത്തുന്നതിലെ രാഷ്ട്രീയ ശരികേട് UDF ഘടകകക്ഷികളും പരസ്യമാക്കുന്നുണ്ട്. എല്ലാത്തിനെയും പരസ്യമായി എതിർത്ത് ലീഗിനെ എന്നും നിയന്ത്രിക്കുന്നുവെന്ന പഴി ഒഴിവാക്കണമെന്നാണ് കോൺഗ്രസ് ചിന്ത. ഇതിനാൽ തന്നെ പരസ്യ വിമർശനത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം അത് ഒഴിഞ്ഞു നിൽക്കുകയുമാണ്. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗത്വം മുന്നണി മാറ്റത്തിനുള്ള പാലമാണോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. എങ്ങും തൊഴുന്നില്ല എങ്കിലും എതിർചേരിയിലെ പൊട്ടിത്തെറി നന്നായി മുതലാക്കുകയാണ് CPM. നിലപാട് വ്യക്തമാക്കേണ്ടത് ലീഗ് നേതൃത്വമാണ് എന്ന് ഇരു മുന്നണി നേതൃത്വവും ഒരുപോലെ പറയുന്നുണ്ട്. അത്ര നിഷ്കളങ്കമല്ലാത്ത നീക്കത്തോടെ മുസ്ലിം ലീഗ് നേതൃത്വം എടുക്കുന്ന തുടർ സമീപനം മുന്നണി രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കുന്നുണ്ട്. ഇതാണ് കേരള കോൺഗ്രസിനോട് മുമ്പ് CPM സ്വീകരിച്ച നിലപാടെന്ന് മുനീറിനും EDക്കും അറിയാം. എന്നാൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ കുതന്ത്രങ്ങളിൽ വീഴാൻ ലീഗിലെ എതിർചേരി തയ്യാറല്ല. ഇതിനു മുൻപ് ഏക സിവിൽ കോഡിനെ എതിർത്ത് നടത്താനിരിക്കുന്ന സെമിനാറിലേക്ക് മുസ്ലിം ലീഗിനെ CPM ക്ഷണിച്ചതിനെ തുടർന്നുണ്ടായത് നാടകീയ നീക്കങ്ങളാണ്. CPM സെമിനാറിൽ ലീഗ് പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന ആദ്യ തീരുമാനത്തിന് മാറ്റമുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ വഴിയാണ്. ഏക വ്യക്തി നിയമത്തിൽ ദേശീയ തലത്തിൽ ഒരു നിലപാട് പറയാതിരുന്ന കോൺഗ്രസ് തീരുമാനത്തിൽ ഇണഞ്ഞ ലീഗിനെ തണുപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ നിർണായക നീക്കമാണ്. അതോടെ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇറക്കി ലീഗിനെ പിടിക്കാനുള്ള CPM തന്ത്രം പാളി. ബാങ്കിൽ നടന്നതും ഇതേ തന്ത്രം തന്നെയാണ്. തന്റെ നീക്കം പാളിയതിൽ ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രാഹുൽ ഗാന്ധിയെ ചാക്കിട്ട് CPM നീക്കം പൊളിക്കാൻ മുൻകൈയെടുത്തത് VD സതീശനും K സുധാകരനുമാണ്. ഭാവി മുഖ്യമന്ത്രിയായി മരുമകനെ വാഴിക്കാനുള്ള നീക്കം പൊളിഞ്ഞതോടെ പിണറായി രാഹുൽ ഗാന്ധിയോട് കലിപ്പിലാണ്. PK കുഞ്ഞാലിക്കുട്ടിയെ ഉപയോഗിച്ചാണ് റിയാസ് വഴി ലീഗിനെ ഇടതു കൂടാരത്തിൽ എത്തിക്കാൻ CPM ശ്രമിച്ചത്. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാവിയും അവതാളത്തിലായി. കുഞ്ഞാലിക്കുട്ടി നാൾക്കുനാൾ ലീഗിന് അനഭിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലീഗിനെ സെമിനാറിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ കോൺഗ്രസുകാർ കൂട്ടക്കരച്ചിൽ തുടങ്ങിയെന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരിഹാസമുണ്ടായത് ഇച്ഛാഭംഗത്തിന് പിന്നാലെയാണ്. ലീഗ് ഇടതുമുന്നണിയിലെത്തിയാൽ റിയാസ് മുഖ്യമന്ത്രിയാവും. സെമിനാറിനുള്ള CPM ക്ഷണത്തിന് പിന്നാലെ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ലീഗിനുള്ളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു. അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാൻ പാണക്കാട് ചേർന്ന നിർണായക യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുത്ത നിലപാട് അറിയിച്ചു. കോൺഗ്രസിനെ ക്ഷണിക്കാത്ത സെമിനാറിൽ ലീഗ് പങ്കെടുത്താൽ UDF മുന്നണി സംവിധാനത്തിൽ കടുത്ത ക്ഷീണം ചെയ്യുമെന്ന് CPM ക്ഷണം ദുരുദ്ദേശമുള്ളതാണ് എന്നും ED മുഹമ്മദ് ബഷീർ, MK മുനീർ, KP മജീദ് തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചു. ഇത് പരിഗണിച്ച നേതൃത്വം കോൺഗ്രസിനെ പിണക്കി സെമിനാറിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തി. കോൺഗ്രസിനെ മാറ്റി നിർത്തി CPM പരിപാടിയിൽ ലീഗ് പങ്കെടുത്താൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാവിയിൽ അത് ദോഷം ചെയ്യുമെന്നായിരുന്നു ലീഗ് വിലയിരുത്തൽ. ഇതാണ് മലപ്പുറത്തും ബാങ്കിലും ഉണ്ടായത്. ഭരണമില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഉറക്കമില്ല. വരുന്ന തെരഞ്ഞെടുപ്പിലും വലതുമുന്നണി അധികാരത്തിലെത്താനുള്ള സാധ്യതയില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി കരുതുന്നു. അതിനാൽ അദ്ദേഹം ഇടതുമുന്നണിയിൽ പാലം പണിയുകയാണ്. എന്നാൽ ലീഗിൽ ഒരു വലിയ ശതമാനം ഇടതുമുന്നണിക്ക് എതിരാണ്. ജനസദസ്സിൽ ലീഗിനെ പിണക്കാതെ പിണറായി സംസാരിച്ചതും ഇത്തരമൊരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ.